പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കോഡ് സെറ്റും അതുപോലെ നൈറ്റിയുടെ തുണിയൊക്കെ ആയിട്ടാണ് കേട്ടോ. കുറേ അധികമൊന്നുമില്ല, കുറച്ച് കളക്ഷനേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ. അപ്പം ഞാൻ ഒരുപാട് ഒരുമിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് മനസ്സിലാവില്ല. അതാണ് ഞാൻ കുറച്ചായിട്ട് കാണിക്കുന്നത്. അപ്പം നമ്മൾക്ക് ഒരു ദിവസം ഇടവിട്ടൊക്കെ വീഡിയോ ഇടാനുണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പം നമ്മുടെ റമദാനൊക്കെ വരുമല്ലേ, നോമ്പും പിന്നെ പെരുന്നാളൊക്കെ വരികയല്ലേ, അപ്പോൾ ഒരുപാട് ഐറ്റംസ് നമുക്ക് വരാനുണ്ട്. അപ്പം എല്ലാം കൂടി ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇപ്പോഴും എല്ലാം ഒന്നും പറ്റുന്നില്ല കേട്ടോ. നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ എല്ലാവരും എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് കുറച്ച് ലാസ്റ്റ് ടൈമിലെ വീഡിയോ എടുക്കാനുണ്ടാവുള്ളൂ. അതുമല്ല നമ്മൾ ഇപ്പോൾ അതവിടെ വെച്ചിട്ട് വീഡിയോ എടുക്കട്ടെ പിന്നെ തരാമെന്ന് പറയാൻ കഴിയില്ലല്ലോ നമ്മളെ കസ്റ്റമറോട്. നമുക്കെല്ലാം പോകുന്ന കസ്റ്റമറൊക്കെ നമ്മൾ ദൂരെയാണ് കേട്ടോ, ഒരുപാട് ദൂരെയുള്ളവരാണ് വാങ്ങിക്കുന്നത്. പിന്നെ അടുത്തുള്ളവർ വാങ്ങിക്കുന്നില്ല എന്നല്ല കേട്ടോ, ഓൺലൈനിലൂടെ വാങ്ങിക്കുന്ന എന്തായാലും ദൂരെയുള്ളവരല്ലേ. ഞാൻ തന്നെ വിചാരിച്ചു കേട്ടാ, ഇത്രയും ദൂരെയുള്ളവരൊക്കെ നമ്മളെ വീഡിയോ കണ്ടല്ലോ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത്. പിന്നെ പുതുതായിട്ട് ബിസിനസ്, ഇതുപോലുള്ളൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരുപാട് ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും, പിന്നെ സ്ത്രീകൾ തന്നെ നമ്മളെ വീട്ടമ്മമാരൊക്കെ വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ തുടങ്ങിയാലോ എന്ന്. അവരോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ ഇങ്ങനൊരു ബിസിനസ് തുടങ്ങുമ്പോൾ എപ്പോഴും ചെറിയ റേറ്റിൻ്റെ നോക്കിയിട്ട് എടുക്കാതെ നല്ല ക്വാളിറ്റി ഉള്ള സംഭവങ്ങൾ തന്നെ എടുക്കട്ടോ. നമ്മളെപ്പോഴും ക്വാണ്ടിറ്റി അല്ല നോക്കേണ്ടത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് ക്വാളിറ്റിയാണ് നോക്കേണ്ടത്. അപ്പം നമ്മൾ ആർക്കെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ നമ്മൾ കസ്റ്റമർക്ക് അത് ഇഷ്ടപ്പെട്ട് അത് ചുരുങ്ങിപ്പോകുമോ, അലക്കുമ്പം കളർ പോകുമോ ഒന്നും ചെയ്യാതിരുന്നാൽ മാത്രമേ വീണ്ടും നമ്മൾക്ക് കസ്റ്റമർ കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെറിയ പൈസക്ക് പോയിട്ട് എടുത്ത് ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത സാധനങ്ങൾ എടുത്തിട്ടില്ലേ, നമ്മൾ വേഗം അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ നമ്മളടുത്തേക്ക് സാധനം വാങ്ങിക്കാനായിട്ട് വരില്ല. ഒരു പ്രാവശ്യം കൊണ്ട് നമ്മളെ കച്ചവടം നിന്ന് പോകും. അത് അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. പിന്നെ നമ്മൾ ഒരുപാട് കച്ചവടമൊക്കെ ആയിരുന്ന സമയത്ത് നമുക്ക് ചെറിയ ക്വാളിറ്റി കുറഞ്ഞതും കൊണ്ടുവെക്കാം. കാരണം അതനുസരിച്ചുള്ള റേറ്റിന് കൊടുക്കാനായിട്ട്. അതും എപ്പോഴും അങ്ങനെ കൊണ്ടുവെക്കരുത്. പിന്നെ കസ്റ്റമർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനെയുള്ള കൊടുക്കാവുള്ളൂ. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. അതിനകത്ത് നമ്മൾ നൈറ്റിയുടെ കാര്യങ്ങൾ പറയാതെ, ഇതൊക്കെ നൈറ്റിയുടെ തുണിയാണ്. ഇത് നല്ല ചെറിയ പൂക്കളായിട്ടുള്ള നൈറ്റിയാണ്. ഇങ്ങനെ ചെറിയ പൂക്കളൊക്കെയുള്ള നൈറ്റി ഒരുപാട് പേർക്ക് ഇഷ്ടമാണല്ലേ. അപ്പം തുണികൾ വാങ്ങിക്കുന്ന കുറേ കൂട്ടുകാരുണ്ട്. അവരൊക്കെ സ്വന്തമായിട്ട് തന്നെ തയ്ച്ചിട്ടിടുന്നവരാണ് കേട്ടോ. പിന്നെ ഇതും ഞാൻ അധികം കാണാത്തൊരു കളറാണ്. എനിക്ക് ഒരു 4-5 കളർ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒന്നേ ബാക്കിയുള്ളൂ കേട്ടോ. കൊണ്ടുവന്നപ്പം തന്നെ ബാക്കിയുള്ളതൊക്കെ സ്റ്റോക്ക് ഔട്ടായി. അയ്യോ, തെറ്റിപ്പോയിട്ട് ഒരു ശ്വാസം വിടാതെ എങ്ങനെ പറഞ്ഞിട്ട്. പിന്നെ ഇല്ലേ മറ്റേ ഞാൻ ആദ്യം കാണിച്ച നൈറ്റിയില്ലേ, അത് എനിക്കൊന്ന് കുറച്ച് പ്രായമുള്ളവരൊക്കെ വാങ്ങിക്കുന്നത്. ഇത് നമ്മുടെ അജ്രക്കിൻ്റെതാണ്. ഇത് പിന്നെ എപ്പോൾ കൊണ്ടുവന്നാലും നല്ല ഡിമാൻഡാണ് കേട്ടോ. ഇതിൻ്റെ ഏത് കളറായി കഴിഞ്ഞാലും ആൾ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ. ഞാനപ്പോൾ ഇതാണ് കേട്ടോ കൂടുതൽ ഞാൻ എടുക്കുന്നത്. ഇപ്പം എല്ലാവരും അജ്രക്കും പിന്നെ നമ്മളെ റയോണൊക്കെയാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ അതനുസരിച്ച് നമ്മളോട് ആൾക്കാർ എങ്ങനെയുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്, എങ്ങനെ അവരുടെ ഒരു ടേസ്റ്റും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ഏത് സാധനങ്ങൾ എടുക്കാൻ. ഒരിക്കലും നമ്മളുടേത് മാത്രമായിട്ട് നോക്കിയിട്ട് എടുക്കരുത് കേട്ടോ. ഇത് പിന്നെ ചുങ്കിടിയാണ്. എനിക്ക് ചുങ്കിടി പിന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇവിടെ കണ്ടു കഴിഞ്ഞാലും ചുങ്കിടി എടുക്കാതിരിക്കും. ഇതിൻ്റെയും ഒരു 10-12 കളർ ഉണ്ടായിന് കേട്ടോ. മൊത്തം തീർന്നു. ഇനിയിപ്പോൾ ഈ ഒന്നേ ഉള്ളൂ. ഇതുപോലത്തെ 2 കേട്ടോ. എനിക്ക് റെഡ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ റെഡ് കൂടുതലും എടുത്തു. പക്ഷേ റെഡ് ഇപ്പം 2 ഉള്ളൂ. ബാക്കിയൊക്കെ എല്ലാം പോയി കഴിഞ്ഞ് പിന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇനി ഞാൻ ഓരോ വീഡിയോയിലും പറയും അടുത്തത് ഞാൻ കൊണ്ടുവന്ന പാടന്നെ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് പറ്റലില്ല. കാരണം നമ്മളതിന് മുമ്പേ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം പിന്നെ അവർക്ക് നേരം വൈകിക്കണ്ടല്ലോ എന്നുകൊണ്ട് പെട്ടെന്ന് അയച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ അവരെ നമ്മളോട് ചോദിച്ചിട്ട് നമ്മളവരെ നേരം വൈകിപ്പിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പേയ്മെൻറ്റും ചെയ്ത് നമുക്ക് അഡ്രസ്സൊക്കെ അയച്ച് തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിട്ട് വെയിറ്റ് ചെയ്യിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ചെയ്യാനായിട്ടുള്ളത്. ഇനിയിപ്പോൾ എന്തായാലും അടുത്തത് കുറച്ച് കൂടുതൽ വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോമ്പൊക്കെ വരുമല്ലേ, അപ്പോൾ എല്ലാവർക്കും കൂടുതൽ ആവശ്യമായിട്ട് വരും. അപ്പം ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ എന്തായാലും ഇടാനായിട്ടും നോക്കാം. പിന്നെ ഞാൻ കൂടുതലും റയോണിൻ്റെ നൈറ്റിക്കാണ് കേട്ടോ ആണ് ചോദിക്കുന്നത്. പിന്നെ റയോൺ ആകുമ്പോൾ നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാനായിട്ട് പറ്റും. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് റയോണ്. പിന്നെ കാരണം കുറച്ച് പൈസ കൂടുതലെന്നേ ഉള്ളൂ. ഞാൻ ആദ്യമൊന്നും എടുത്തിട്ടേ ഉണ്ടായിട്ടില്ല കേട്ടോ. പൈസ കൂടുതൽ ആരും എടുക്കില്ലേന്ന് വെച്ചിട്ട്. പക്ഷെ എല്ലാവരും ഇങ്ങോട്ട് തന്നെ ചോദിച്ച് വന്നത് റയോൺ ഉണ്ടോയെന്നാണ്. പിന്നെ ഞാൻ കൂടുതൽ റയോണാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ ഏതായാലും നമ്മൾ കസ്റ്റമർ എന്താവശ്യപ്പെട്ട് കഴിഞ്ഞാലും ഞാൻ എടുത്ത് കൊടുക്കാറുണ്ട്. എന്നത് തുണിയായി കഴിഞ്ഞാലും ഫ്രോക്ക് നൈറ്റി ആയാലും അത് ഏതാണോ അവർ ആവശ്യപ്പെടുന്നതിൻ്റെ ഞാൻ
നല്ല ഒരുപാട് ക്വാണ്ടിറ്റി തന്നെ എടുക്കലുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്രയും പെട്ടെന്ന് നമ്മുടെ നെറ്റിയൊക്കെ ഒക്കെ തീരുന്നു. നമ്മൾ വിചാരിക്കാത്ത ടൈമിൽ തന്നെ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തീർന്ന് കിട്ടലുണ്ട്. അതിൻ്റെ വലിയ സന്തോഷമാണ്. അപ്പം തീർന്ന അനുസരിച്ചാണ് നമുക്ക് വീണ്ടും വീണ്ടും എടുക്കണം എന്നുള്ളൊരു തോന്നൽ വരിക. പിന്നെ ഞാൻ നമ്മളെ യൂട്യൂബ് എന്നല്ല, പുതിയ ഈ ബിസിനസ്സൊക്കെ തുടങ്ങുന്നവരോട് ഉള്ളൊരു വീഡിയോ ചെയ്യണമെന്ന് എന്നോടൊരു കൂട്ടുകാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു സബ്സ്ക്രൈബർ തന്നെയാണ് കേട്ടോ പറഞ്ഞത്, എങ്ങനെയാണ് എന്താണെന്നൊക്കെയുള്ള അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ചെയ്യുമെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാൻ വെച്ചത്. പക്ഷേ ഇതിനകത്ത് എനിക്കെല്ലാം കൂടി പറയാൻ ടൈം കിട്ടുമെന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് നമ്മളിപ്പം നൈറ്റിയും കാര്യങ്ങളൊക്കെ കാണിച്ച് വന്ന് നോക്കുമ്പോൾ കാര്യങ്ങളൊന്നും പറയാനുണ്ടാവില്ല കേട്ടോ. പിന്നെ ഈ ഡ്രസ്സിൽ ഈ കോഡ് സെറ്റൊക്കെ XXL ആണ് കേട്ടോ വരുന്നത്. ഇതിന് 3XL 5XL വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് റയോൺ മെറ്റീരിയലാണ്. പിന്നെ എന്താ പറഞ്ഞാൽ ഇത് XXL ആണെങ്കിലും 3XLകാർക്കും ഇടാനായിട്ട് പറ്റും കേട്ടോ. നല്ല വീതിയൊക്കെ ഉള്ള പിന്നെ ആണ്. അപ്പോൾ ഇതിനൊരു സൈഡൊരു പോക്കറ്റൊക്കെ വരുന്നുണ്ട്. പിന്നെ ടോപ്പിലാണ് കേട്ടോ പോക്കറ്റ് വരുന്നത്. നമ്മുടെ പാൻറ്റിൽ പോക്കറ്റൊന്നും വരുന്നില്ല. പിന്നെ റയോൺ എന്ന് പറയുമ്പോൾ എപ്പോഴും അറിയാമല്ലോ, നമ്മൾക്ക് കുറേ നാൾ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഞാനിതിപ്പം റയോണാണ് കൂടുതലും എടുക്കുന്നത്. പിന്നെ ഡെൽറ്റയുടെ എടുക്കലുണ്ട്. അത് അത്യാവശ്യം ആരെങ്കിലും പറഞ്ഞാലൊക്കെ കൊണ്ടു കൊടുക്കാറുണ്ട്. പക്ഷേ അതുകൊണ്ട് നല്ല സുഖമാണ്. നമ്മൾ ലൈറ്റ് വെയിറ്റായിട്ട് നമുക്ക് ഇട്ട് നടക്കാനായിട്ട് സുഖമാണ് കേട്ടോ ഡെൽറ്റയുടേത്. പിന്നെ റയോണിൻ്റെ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, റയോൺ തന്നെ ഒരുപാട് തരത്തിലുണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴും നല്ല ക്വാളിറ്റി നോക്കിയിട്ട് എടുക്കുക. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങുന്നവരുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ക്വാണ്ടിറ്റിയാണ് വേണ്ടതെന്ന് ചിന്തിക്കരുത്. പിന്നെ നമ്മൾ കസ്റ്റമറോട് നല്ല രീതിയിൽ പെരുമാറുക. നമ്മൾ എപ്പോഴാണ് അവർ ചോദിക്കുന്നത് ടൈം നോക്കാതെ ഏത് സമയത്തായാലും എത്തിച്ചു കൊടുക്കുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കസ്റ്റമർ നമുക്ക് കിട്ടും കേട്ടോ പെട്ടെന്ന് തന്നെ. പിന്നെ ഇതൊരു കോഡ് സെറ്റാണ് റെഡ്. ഇതന്നെ ഒരുപാട് കളറിൽ വന്നിട്ടുണ്ട് കേട്ടോ റെഡ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എവിടെ കണ്ടാലും റെഡ് വിടൂല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കെന്നും പറഞ്ഞിട്ട് ഞാൻ എടുത്തുകൊണ്ട് വരാം കേട്ടോ. പക്ഷെ അത് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് കേട്ടോ കിട്ടൂല. ഈ റെഡും അങ്ങനെ പോയിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ ഒരു 3 എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ പോയി കിട്ടി കേട്ടാ. എനിക്ക് എടുത്തു വെച്ചതും കൂടെ ഞാൻ കൊടുത്തു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും അടുത്ത സ്റ്റോക്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്തായാലും എനിക്ക് അതുപോലുള്ള തന്നെ എടുക്കണം. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് പിന്നെ ഇതുപോലുള്ള കളറൊക്കെ. പിന്നെ നിങ്ങൾക്ക് ഇതിലേതാണോ ഇഷ്ടമായത് അതിൻ്റെയൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത്. പിന്നെ അപ്പോൾ തന്നെ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. എന്തായാലും ഞാൻ നോക്കും, അതിനുള്ള മറുപടി തരുകയും ചെയ്യും. പിന്നെ കോൾ ചെയ്താൽ എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും വിചാരിച്ചിട്ടാണ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾക്കൊരു വിഷമമുണ്ടല്ലോ കോൾ എടുത്തില്ല എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് ഏതാണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മളെ വാട്സപ്പ് നമ്പറിൽ അയക്കുക നിങ്ങൾക്ക്. പിന്നെ ഞാൻ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരും. എന്തായാലും നമുക്ക് ഒരുപാട് ഐറ്റംസ് നമുക്ക് വരുന്നുണ്ട്. ഒരുപാട് മോഡേൺ നൈറ്റികളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഗൗൺ നൈറ്റിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കൂടുതൽ ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കൂടുതൽ ഐറ്റംസ് വരുന്നുണ്ട്. അപ്പം നോക്കിയിട്ട് ഇടും കേട്ടോ. അതിന് നിങ്ങൾക്ക് വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിലുള്ള നോട്ടിഫിക്കേഷൻ കൂടി ഓണാക്കി വെക്കുക. അതിലുള്ളൊരു ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പിന്നെ ഓണാക്കുക കേട്ടോ. എന്നാലും മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ ഒക്കെ കിട്ടുള്ളൂ, ഞാനിടുന്ന ഐറ്റംസൊക്കെ കിട്ടുള്ളൂ. അപ്പം തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക, എനിക്ക് അയച്ചു തരിക. പിന്നെ പുതുതായിട്ട് ബിസിനസ് തുടങ്ങുന്നവർക്കൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ അടുത്ത ദിവസം വരുന്നത്. ഞാൻ ഇതൊക്കെ പറയുന്നതിലെടുക്ക് എനിക്ക് ആ കാര്യങ്ങൾ പറയാൻ എനിക്ക് പിന്നെ ടൈം കിട്ടാത്തതുകൊണ്ടാണ്. എന്തായാലും ഞാൻ എങ്ങനെയാണോ ഇങ്ങനെ ഉയർന്നു വരുന്നത് അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരും ഉയർന്നു വരണം എന്നാണ്. ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിലും മെസ്സേജ് ചെയ്യുക. ഞാൻ എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുപോലെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു തരുമ്പോൾ എനിക്ക് ഒരാൾക്കും 2 ആൾക്കൊക്കെ പറയാനല്ലേ പറ്റുള്ളൂ. ഒരുപാട് പിന്നെ കൂട്ടുകാരുണ്ടാവും, ഇതുപോലെ വീട്ടമ്മമാരൊക്കെ ഉണ്ടാവും. ബിസിനസ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നവർ, അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ അടുത്ത ദിവസം വരുന്നത്. അടുത്ത ദിവസം എന്ന് പറയാൻ പറ്റില്ല, ഞാൻ എന്തായാലും 2-3 ദിവസത്തിനുള്ളിൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.